ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധാത്മാവിനെ കുറിച്ചും വ്യാജാത്മാവിനെ കുറിച്ചും അല്പമായി ചിന്തിക്കുകയുണ്ടായി. യഥാർത്ഥ അന്യഭാഷാ ഭാഷണം എന്നുള്ളത് അന്യഭാഷകൾ ആത്മാവിന്റെ പ്രദർശനം എന്ന നിലയിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. അതായത് ആത്മപ്രേരിതമായ ഒരു ഉച്ചാരണത്താൽ ഒരു വിശ്വാസി താൻ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുകയാണ് ആത്മാവിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഭൂമിയിൽ അറിയപ്പെടുന്ന ഒരു ഭാഷയിലും അപ്രകാരമായിരിക്കാം. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 13:1, 14, 15 വാക്യങ്ങളിലും അത് വ്യക്തമാക്കുന്നത്. അന്യഭാഷ ഒരു വരമായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 12:4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വരത്തിന് 2 പ്രധാന ഉദ്ദേശമുണ്ട്. ഒന്നാമത്തേത് അന്യഭാഷണവും തുടർന്ന് വ്യാഖ്യാനവും അത് പൊതു ആരാധനയില് ഉണ്ട് എന്നുള്ളതാണ്. പ്രസ്തുത അന്യഭാഷയുടെ സംഗ്രഹം ജനത്തെ ഗ്രഹിപ്പിക്കുവാനായിട്ട് ഇത് ഉതകുകയാണ് ചെയ്യുന്നത്. അത് 1 കൊരിന്ത്യർ ലേഖനം 14:5 മുതൽ 6 വരെയും 13 വാക്യം മുതൽ 17 വാക്യം വരെയും പഠിക്കുന്ന ഒരു പഠിതാവിന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യഭാഷാ ഭാഷണത്തെ വിശ്വാസി തന്റെ സ്വകാര്യ പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ ദൈവത്തോട് വ്യക്തമായി സംസാരിക്കുവാൻ അത് പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല. അതാ വീണ്ടും 1 കൊരിന്ത്യർ ലേഖനം 14:4 അതിന്റെ 14 വാക്യത്തിലും 15 വാക്യത്തിലും 28 വാക്യത്തിലും ഒക്കെ അതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വ്യാജ അന്യഭാഷ ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് അതിൽ തന്നെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ സമ്പൂർണമോ അതേപോലെ നിസ്സർഗമോ ആയ തെളിവായി നമുക്ക് പലപ്പോഴും സ്വീകരിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മാനുഷിക പ്രയത്നത്താലോ പൈശാചിക പ്രവൃത്തിയാലോ വ്യാജമായ അന്യഭാഷകളിൽ സംസാരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതാണ്. എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ചു പോകരുതെന്ന് തിരുവചനം അതുകൊണ്ടാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4 മുതൽ അവിടെ നമ്മോട് അത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവി. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായി അവിടെ പറയുകയാണ്. അപ്പോൾ ചില വ്യാജാത്മാക്കളിൽ കൂടെയും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥ അന്യഭാഷ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് യഥാർത്ഥമായിരിക്കുമെങ്കിൽ അത് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതായിരിക്കണം എന്നാണ് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അന്ത്യകാലത്ത് സഭയിൽ കപടഭക്തിക്കാര് എഴുന്നേൽക്കും. 1 തീമോത്തിയോസിന്റെ ലേഖനം 4:1-2 വാക്യങ്ങൾ അവിടെ അത് വ്യക്തമാക്കുന്നുണ്ട്. സാത്താന്യ ശക്തികളിൽ നിന്നുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് മത്തായിയുടെ സുവിശേഷം 7:22-23, 2 തെസ്സലോനിക്യ ലേഖനം 2:8-9 ഒക്കെ വാക്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന വ്യാജ വേഷത്തിൽ വരുന്ന വഞ്ചകദാസന്മാരെ കുറിച്ച്
2 കൊരിന്ത്യർ ലേഖനം 11:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഫലം കൊണ്ട് നമ്മൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ നമ്മൾ വായിച്ചു. അതേപോലെ മത്തായിയുടെ സുവിശേഷം 24:11 മുതൽ 24 വരെയുള്ള ഭാഗങ്ങള്, യോഹന്നാന്റെ സുവിശേഷം 8:31, ഗലാത്യ ലേഖനം 1:9 മുതലായ അനേക വാക്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആത്മാവിന്റെ ആ ഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ വ്യാജ ആത്മാക്കളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ യഥാർത്ഥമായി ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൽ കൂടിയുള്ളതാകുന്ന രക്ഷയും രക്ഷണീയ സുവിശേഷത്തെയും അത് ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് വിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാജമായി പല നിലകളില് ഈ വ്യാജ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടത്തി ആ വ്യാജ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്ന് നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം വചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ശോധന ചെയ്തിട്ട് വേണം ഈ അന്ത്യനാളുകളിൽ നാം മുൻപോട്ട് പോകുവാൻ എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നിശ്ചയമായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ുള്ളതായ ആരാധന, പാട്ട്, പ്രാർത്ഥന അതെല്ലാം അവൻ ആത്മീയ വർധനവ് വരുത്തുക തന്നെ ചെയ്യുന്നതാണ്. അതേ ദൈവാഖരങ്ങളിൽ ഏൽപ്പിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം.